അപ്പോൾ തുടങ്ങാം. കാരണം എനിക്ക് തോന്നാൻ തുടങ്ങി ഇവൾ വിളിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്നത് എൻ്റെ അടുത്ത് ഉടക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പം തന്നെ പുള്ളിക്കാരി വിചാരിച്ചു, ആദ്യം വായിച്ചത് തന്നെ ഐശ്വര്യം കെട്ട വാർത്തയാണല്ലോ. ഇവക്ക് കുറച്ചധികം ആഴ്ചകളോളം ബോധമില്ലാതെ ആശുപത്രി കിടക്കേണ്ട വന്നു. പിന്നീട് അങ്ങോട്ട് ഒരു 50 മിനിറ്റ് ആ പുതിയതായിട്ടുള്ള ആൾ വന്നതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ച ഇവക്കാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. ഇവള് എൻ്റെ അടുത്ത് അതെങ്ങനെ ശരിയാകും, അതെങ്ങനെയാ എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡിൽ ഉടക്കാണ്. അപ്പോൾ തുടങ്ങാം. ഞാൻ കുറേ കാലത്തിന് മുമ്പ് ഒരു IELTS ട്രെയിനറായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒരു വർഷത്തോളം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈനായിട്ടും അതിനുശേഷം കോവിഡ് ടൈമിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൺലൈനായിട്ടും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഓരോ മണിക്കൂറിലും ഓരോ സ്റ്റുഡൻസ് ആയിരിക്കും. അവരെ വീഡിയോ കോളോ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്ത് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കോവിഡ് സമയത്ത് ഈ ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു പുതിയ സ്റ്റുഡൻ്റ് ഉണ്ട്, ഇന്ന് വൈകുന്നേരം 6 മണിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും, എൽസ എന്നാണ് പേര് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ വൈകുന്നേരം കൃത്യം 6 മണിയായി. ഞാൻ പതിവ് പോലെ തന്നെ ക്ലാസ് തുടങ്ങി. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് സാധാരണ പോലെ ഫോൺ വെച്ച് പോയി. പക്ഷെ പിറ്റേ ദിവസത്തെ ക്ലാസ് മുതൽ ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. കാരണം എനിക്ക് തോന്നാൻ തുടങ്ങി ഇവൾ വിളിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്നത് എൻ്റെ അടുത്ത് ഉടക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. കാര്യം ഇപ്പോൾ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു ആൻസർ ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ പറയുകയാണ്, ഇത് ഇങ്ങനെ വരികയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു ഇവിടെ വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരി അങ്ങ് തർക്കിക്കും. പിന്നെ അങ്ങനെ അവിടെ വരും, അതൊന്നറിയണമല്ലോ എന്നുള്ള രീതിയിൽ ഈ ഒരു ടോണിൽ ഇവൾ തർക്കിക്കുകയാണ് എൻ്റെ അടുത്ത് ചെയ്യുന്നത്. 2 ദിവസമായി, 3 ദിവസമായി, 4 ദിവസമായി. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. ഇവളുടെ ക്ലാസ്സിൻ്റെ സമയം വരുമ്പോൾ എനിക്ക് തോന്നാൻ തുടങ്ങി, എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ ഇവളുമായിട്ട് ഞാൻ കിടന്ന് മല്ല് പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നത് തന്നെ. ഇവക്കാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല. ഇവൾ എൻ്റെ അടുത്ത് അതെങ്ങനെ ശരിയാകും, അതെങ്ങനെയാ എന്നുള്ള ഈ ആറ്റിറ്റ്യൂഡിൽ ഉടക്കാണ് ഈ ക്ലാസ്സിൻ്റെ സമയം മുഴുവൻ. അങ്ങനെ ഒരാഴ്ചയോളം കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസ് തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ എന്നാൽ സ്പീക്കിംഗ് സെഷൻ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സ്പീക്കിങ്ങിൻ്റെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. പുള്ളിക്കാരി ആൻസർ പറയുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം, കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുണ്ട്. അപ്പം ഓൾ ടുഗദർ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ടാസ്ക് ആയിട്ടുള്ളൂ. പക്ഷേ ആ ദിവസം പുള്ളിക്കാരിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി അങ്ങോട്ട് പ്ലസൻ്റായിട്ട് മറുപടിയൊന്നും പറയുന്നില്ല. ഒരു 5 മിനിറ്റോളം സമയം മുമ്പിലേക്ക് പോയപ്പോൾ പുള്ളിക്കാരി സൈലൻ്റായിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഒരു കാര്യം പറയാം, ഒന്ന് കേൾക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി പറ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഒരു സ്ഥാപനത്തിലെ HR ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു പുതിയ എംപ്ലോയി, ആ വന്നിരിക്കുന്ന പുള്ളിക്കാരി ഇവളുടെ സീനിയർ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ആൻഡ് പുള്ളിക്കാരിയുടെ സ്വഭാവം ഇവർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അവരുടെ സ്വഭാവത്തിലെ ചില രീതികൾ അങ്ങോട്ട് സുഖമാകുന്നില്ല. ഈ കമ്പനിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ് അങ്ങോട്ട് നടക്കാതിരിക്കാനും ഇപ്പോൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർ തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് നശിക്കാനും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഈ പുള്ളിക്കാരിയുടെ വരവോടുകൂടെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു നേരത്തെ കിട്ടിയിരുന്ന ഒരു പീസ്ഫുൾനെസ് പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ കോൺവെർസേഷൻ നടക്കുന്ന ദിവസം, എൻ്റെ അടുത്ത് ഇത് പറയുന്ന ദിവസം അവിടെ ജോലി സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാകുകയും അതിൻ്റെ മൂഡ് ഔട്ടിലാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 50 മിനിറ്റ് ആ പുതിയതായിട്ടുള്ള ആൾ വന്നതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയ പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിച്ച ആ 50 മിനിറ്റിൽ ആ 50 മിനിറ്റോളം അത് ഞാൻ കേട്ടു. അത് കേട്ട് കഴിഞ്ഞിട്ട് അവസാനത്തെ 5 മിനിറ്റ് നന്ദി പ്രകാശനമായിരുന്നു. എന്നോട് പറഞ്ഞു, ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടിരുന്നതിനും എനിക്ക് ഉചിതമായിട്ടുള്ള മറുപടികൾ തന്നതിനും വളരെ നന്ദി, എനിക്ക് മനസ്സിനിപ്പോൾ വളരെ ആശ്വാസമുണ്ട്. ആ ഒരു ക്ലാസ്സിന് എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടാണ് പുള്ളിക്കാരി ക്ലാസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ മണിക്കൂർ പഠിക്കുന്നതിന് പകരം പുള്ളിക്കാരി ഈ മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കുകയായിരുന്നു. ആൻഡ് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐസ് ബ്രേക്ക് ആയിരുന്നു. കാരണം പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാനും ഇടപെടാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ ഈ നേരത്തെ ഉടക്കു സ്വഭാവം കുറഞ്ഞു തുടങ്ങി. എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് ഓക്കെ അതിനകത്ത് കാര്യമുണ്ട്, കറക്ഷൻ പറയുന്നത് അതിൻ്റെ അകത്ത് എന്തോ തെറ്റുള്ളതുകൊണ്ടാണ് എന്നൊക്കെ രീതിയിൽ അംഗീകരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങൾ പറയുന്ന ആൻസേഴ്സൊക്കെ അത് അങ്ങനെയല്ല ഇങ്ങനെയെല്ലാം തർക്കിച്ചുകൊണ്ടിരുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്, അതെനിക്ക് അറിയാതായിട്ട് അങ്ങ് വന്നതാണ്, അതിനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കാരണം? അതായത് ആദ്യത്തെ ക്ലാസ്സിന് പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ ഫോൺ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറയുന്നത് അപ്പോൾ തുടങ്ങാം, IELTS എന്ന് പറഞ്ഞാൽ അതിന് 4 പോർഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി പറയുകയാണ്, ഏത് മനുഷ്യനാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്? ആദ്യം പറയണ്ടേ എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇതാണ് പഠിപ്പിക്കുന്നതെന്ന് പറയണം. എന്നിട്ട് എന്നോട് ചോദിക്കണം എന്താണ് പേര്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ചെയ്യാനാണ് ഉദ്ദേശം. ഇങ്ങനത്തെ ആ ഒരു കാഷ്വൽ ടോക്ക് എന്ന് പറയുന്ന സാധനമൊന്നും എന്താ ചെയ്യാൻ. എന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഇയാൾ എന്തൊരു മുരടനാണ്, ഈ മുരടൻ സാറിനെ മാത്രമേ കിട്ടിയുള്ളൂ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് എന്നെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ
പറഞ്ഞപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, ഇങ്ങേരെ മാറ്റി എനിക്ക് വേറെ ആരെങ്കിലും തരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ അങ്ങനെയൊന്നും ആരോടും പറയാറില്ല. ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുക. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ സമയം എന്തിന് കളയണമെന്ന രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിനിങ്ങനെ ഒരു മറുവശം ഉണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിവേസ് പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പായി. ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് ഒരു സഹോദരി ആ ഒരു ബന്ധ രീതിയിലേക്ക് ഞങ്ങൾ വളരെ ക്ലോസ് ആയി. ക്ലാസ് വളരെ നന്നായിട്ട് മുമ്പിലേക്ക് പോകുന്നു. ചില ദിവസങ്ങളിൽ ഇതുപോലത്തെ ചില ചർച്ചകളൊക്കെ നടക്കും. അപ്പോൾ ഒരു ദിവസത്തെ എന്തോ ഒരു റൈറ്റിങ്ങോ സ്പീക്കിങ്ങോ എന്തോ ഒരു കാര്യം ആക്സിഡൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആക്സിഡൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഒരു സംഭവം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരിയുടെ ചെറുപ്പത്തിൽ പുള്ളിക്കാരിയുടെ അമ്മയും അവരുടെ ഡ്രൈവർ ചേട്ടനും കൂടെ ചെന്നൈയിലേക്ക് അവരുടെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്നത് നൈറ്റാണ്. നൈറ്റ് ഡ്രൈവിൽ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കാലം മുമ്പാണ്, പുള്ളിക്കാരി സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി ഇവരുടെ നേരെ വരാൻ തുടങ്ങി. കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അങ്ങനെ എന്തോ ആണ്. ഇവരുടെ നേരെ വണ്ടി വരുന്ന കണ്ടുവെച്ച് ഇവരുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി റോഡിൽ നിന്ന് ഓടിച്ച് പുറത്തേക്ക് മാറ്റി. പക്ഷേ ആ പുറത്തേക്ക് ചെല്ലുന്ന വലിയൊരു ഒബ്സ്ട്രക്ഷനിൽ ചെന്ന് ഇടിക്കുകയും വണ്ടി മറിയുകയും വലിയൊരു ആക്സിഡൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ആളുകളെല്ലാം വേഗം വന്ന് ഒത്തുകൂടി ഇവരെ പൊക്കിയെടുത്തു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇടിയുടെ ആഘാതം എന്ന് പറയുന്നത് അത്ര ഭീകരമായ ആഘാതമായിരുന്നു. ഈ ആഘാതത്തിൽ ഇവർക്കെല്ലാം കാര്യമായിട്ട് പരിക്ക് പറ്റി. ഇവക്ക് കുറച്ചധികം ആഴ്ചകളോളം ബോധമില്ലാതെ ആശുപത്രിയിൽ കിടക്കേണ്ട വന്നു. ഒരനക്കവും ഇല്ലാതെ, ഒരു ബോധവും ഇല്ലാതെ ആശുപത്രിയിൽ ഇങ്ങനെ കിടപ്പ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നു. എന്നാൽ നല്ല ചികിത്സ കിട്ടി. ഡോക്ടർമാരൊക്കെ നല്ലപോലെ നോക്കി, വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ നോക്കിയത് കൊണ്ട് തന്നെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ബോധം തിരിച്ചു വന്നു. അതായത് ജീവൻ പോയി എന്നൊരവസ്ഥയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായതിൻ്റെ ട്രോമ ഉള്ളിൽ കിടക്കുന്നു. സോ അതിനായിട്ട് മനസ്സ് ഓക്കെ ആകാനുള്ള ചികിത്സ നടക്കുന്നു. പിന്നെ ഈ ഇടിയുടെ ആഘാതത്തിലുണ്ടായ ശരീരത്തിൻ്റെ പ്രശ്നം മാറാൻ ഫിസിയോതെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ വേറെ ചെയ്യുന്നു, മെഡിക്കേഷൻസ് വേറെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മാസങ്ങളെടുത്ത് അവസാനം ആരോഗ്യവതിയായിട്ട് പഴയ പോലെ തിരിച്ചു കിട്ടി. അങ്ങനെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസമായി. ഇത്രയും നാൾ ഇവിടുന്ന് മാറി നിന്ന് ജീവിതത്തിൽ കുറേ കാലം കഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടും ജീവിതം തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ പുള്ളിക്കാരി ഇങ്ങനെ വന്ന് സമാധാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു തോന്നൽ തോന്നി, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കുറേ കാലം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ നഷ്ടം ഒരു നഷ്ടമാകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അറിയും. കാരണം ഞാൻ 6 മാസം പുറകിലാണല്ലോ എൻ്റെ നോളജ് ഇരിക്കുന്നത്. ഈ 6 മാസം നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഇപ്പോൾ കറൻ്റ്ലി എന്താണോ ഈ ലോകത്ത് നടക്കുന്നത് അതിനൊപ്പം ഞാൻ സഞ്ചരിക്കും എന്നൊക്കെ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു. ഐശ്വര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാമെന്നും പറഞ്ഞ് പുള്ളിക്കാരി വിചാരിക്കുന്നു. ഇത്രയും കാലത്തെ ന്യൂസ് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താ? ഇത്രയും കാലത്തെ പത്രം എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. ആക്സിഡൻറ്റ് നടന്നതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രം നേരെ എടുക്കുന്നു, നൂർക്കുന്നു. ആദ്യത്തെ വാർത്ത, തമിഴ്നാട്ടിൽ മലയാളികൾക്ക് വൻ വാഹനാപകടം. അപ്പം തന്നെ പുള്ളിക്കാരി വിചാരിച്ചു, ആദ്യം വായിച്ചത് തന്നെ ഐശ്വര്യം കെട്ട വാർത്തയാണല്ലോ, ഇത്രയും ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇതാണല്ലോ ആദ്യം വായിക്കാൻ കിട്ടിയത് എന്നുള്ളത് വിചാരിച്ചു. അങ്ങനെ വായിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ആയി വരികയാണ്. അതായത് ആക്സിഡൻറ്റിൽ പെട്ട ആളുകളുടെ എണ്ണം സിമിലറാണ്, ആക്സിഡൻറ്റ് നടന്ന സ്ഥലം സിമിലറാണ്, ആക്സിഡൻറ്റ് നടന്ന സമയം സിമിലറാണ്. അങ്ങനെ വല്ലാത്ത സിമിലാരിറ്റി ആണല്ലോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരി വായിക്കുമ്പോൾ ആണ് മനസ്സിലാകുന്നത് ഇത് എൻ്റെ അപകടത്തിൻ്റെ വാർത്തയാണ് പത്രത്തിൽ അടിച്ചു വന്നിരിക്കുന്നതെന്ന്. അവിടെ തന്നെ നെഞ്ചത്തൊരു ഇടി കിട്ടി. ആ വാർത്ത മൊത്തം വായിച്ചതോടെ ആ ഇടിയുടെ കനം അങ്ങ് കൂടിയെന്ന് പറയാം. കാരണം ആ അപകടത്തിൽപ്പെട്ട ഇവള് മരിച്ചുപോയി എന്നാണ് ഈ പത്രത്തിൽ അടിച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഫോണോ ഇൻ്റർനെറ്റോ കാര്യങ്ങളൊക്കെ അറിയിക്കാനോ ഒക്കെയുള്ള ഒരു അവസ്ഥയില്ല. അപ്പോൾ ബേസിക്കലി അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം. അവിടുത്തെ ലോക്കൽ റിപ്പോർട്ടേഴ്സ് ആരെങ്കിലും ഒക്കെ വന്ന് ആ സ്ഥലം നോക്കിയിട്ടുണ്ടാകാം. അവിടെ ഇപ്പം നാട്ടുകാരോട് എന്താ സംഭവിച്ചത്, എങ്ങനെയുണ്ട് വണ്ടി ഇടിച്ചവർക്ക് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി പറയാറുള്ള ഒരു ഇതില്ലേ, തീർന്നെന്നാ തോന്നുന്നത്. അതുപോലെ ആ നാട്ടുകാരോ മുടിഞ്ചെറിക്കുമെന്ന് നനയ്ക്കറേ എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാകാം. മുടിഞ്ചിരിക്കുമെന്ന് നനയ്ക്കറേ എന്നുള്ളതിനെ മുടിഞ്ചു എന്ന് ആ ആൾ ഈ പത്രത്തിലേക്ക് വിളിച്ച് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ടാകാം. ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, മാസങ്ങളോളം ജീവൻ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ മേലാതെ ആശുപത്രിയിൽ കിടന്ന് ഒരുവിധം ജീവൻ തിരിച്ചു പിടിച്ച് ഏറ്റവും ഹെൽത്തി ആയിട്ട് വന്ന് ആദ്യമായിട്ട് പത്രം എടുത്തു വെച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന വാർത്ത സ്വന്തം മരണവാർത്തയാണ്. എങ്ങനെ ഇരിക്കും? നിങ്ങൾക്കാണെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്ത് തോന്നും? ഇത് പറയുമ്പോൾ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എപ്പോൾ വേണേലും ഏതാളും മരിക്കാം. അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് അവരെക്കുറിച്ച് വലിയ ആർട്ടിക്കിൾസൊക്കെ എഴുതാനൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഈ ഫേമസ് ആളുകളെക്കുറിച്ചൊക്കെയുള്ള റൈറ്റപ്സ് എഴുതി ആ
പത്രസ്ഥാപനങ്ങളിൽ സൂക്ഷിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനകത്ത് ചെറിയ എഡിറ്റിംഗ് ഒക്കെ വരുത്തിയാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ പബ്ലിഷ് ചെയ്യുന്നതെന്ന്. ഇതേപോലെ നമ്മുടെ ഫേമസ് റൈറ്റർ ആയിട്ടുള്ള MT വാസുദേവൻ നായർക്ക് വലിയൊരു അസുഖം വന്ന് അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന് മരണത്തിലേക്ക് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് പുള്ളി തിരിച്ച് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വർക്ക് ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ പുള്ളിയുടെ മരണവാർത്ത ന്യൂസായിട്ട് എഴുതി വെച്ചിരുന്ന പുള്ളി കണ്ടിട്ടുണ്ടെന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം സുഹൃതം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുള്ളത് എന്നും കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. അതായത് ഒരു മനുഷ്യൻ സ്വന്തം മരണവാർത്ത കാണുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു നായികയ്ക്കും സംഭവിച്ചത്. പക്ഷേ പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടായെങ്കിലും പെട്ടെന്നൊരു വിറയലെല്ലാം ഉണ്ടായെങ്കിൽ കൂടെ ഇത്രയും വലിയ പ്രശ്നത്തിനെ നേരിട്ട് വന്ന ആൾക്ക് ഇത് എത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ മുമ്പിലേക്ക് ലൈഫ് എല്ലാം നോർമലായിട്ട് വന്നു. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് കാനഡയിൽ ഹസ്ബൻഡിൻ്റെ കൂടെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും പ്രതീക്ഷ കൈവിടാതിരിക്കുക. എല്ലാം നഷ്ടപ്പെട്ടാലും പൂജ്യത്തിൽ നിന്ന് വീണ്ടും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടെ അറിയുക. ഓക്കെ, എനിവേസ് ഞാൻ ഇന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ചു വന്നതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഇസ് യുവർ നെയ്ബർ മല്ലു RJ Sharon signing off.